അന്താരാഷ്ട്ര സേനയെ ഗസയിൽ അംഗീകരിക്കില്ലെന്നും അനുവദിക്കില്ലെന്നും ഹമാസ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ UN സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ആ പ്രമേയം പാസ്സാകുന്നു. ദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര സേന ഗസയിൽ അനിവാര്യമാണ് എന്നായിരുന്നു അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയിൽ പറഞ്ഞത്. പരമാവധി രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ഇതിനൊരു അംഗീകാരം നൽകുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി. എന്നാൽ ഹമാസ് പ്രതിരോധം തീർത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. തങ്ങൾ ഒരിക്കലും ഇത്തരം ഒരു നിലപാടിനെ അംഗീകരിക്കില്ല. രാജ്യത്തെയും ദേശത്തെയും വിഴുങ്ങാൻ പാകത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ. പാലസ്തീനികളുടെ വിഷയവും പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും അവരുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവും തൊഴിൽ രംഗത്തും പരിഹാരമുണ്ടാക്കാൻ അന്താരാഷ്ട്ര സേനയ്ക്ക് സാധിക്കുകയില്ല. ഇത് അമേരിക്ക നേതൃത്വം നൽകുന്നിടത്തോളം കാലം ഇസ്രായേൽ ഭരിക്കുന്നതിന് തുല്യമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. അതിനാൽ ഒരിക്കലും തങ്ങളത് അംഗീകരിക്കില്ലെന്നും തങ്ങളുടെ സ്വതന്ത്ര ദേശത്തിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ സൈനികർ ഇറങ്ങുക എന്നുള്ളത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, തങ്ങൾ അതിന് പ്രതിരോധം സൃഷ്ടിക്കും എന്നുകൂടി ഹമാസ് പറഞ്ഞതോടെ മറ്റു ലോക രാജ്യങ്ങൾ തങ്ങളുടെ സൈന്യത്തെ അയക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോകുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുൻപൊക്കെ ഗസ സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ സൈന്യത്തെ അയക്കുമെന്ന് പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും ഇപ്പോൾ മൗനത്തിലാണ്. അവർ പ്രതികരിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത ഘട്ടം പിന്നീട് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സൈനികരെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമല്ലാത്ത രീതിയിലൊരു ചർച്ച നടത്തപ്പെട്ടു എന്നുള്ളതും. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഹമാസിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു നിലപാടുകൾ ഇസ്രായേലോ അമേരിക്കയോ സ്വീകരിച്ചാൽ അവിടെ ഇപ്പോൾ വില പോകുന്ന രീതിയിലല്ല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നതിനാൽ തങ്ങൾക്കും ആലോചിക്കണം എന്ന അഭിപ്രായത്തിലേക്ക് കാര്യങ്ങളെത്തി. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സൈനികരെ അവിടേക്ക് വിന്യസിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. 20,000 സൈന്യം അങ്ങനെയാണെങ്കിൽ തങ്ങൾ നൽകാമെന്ന് ഈജിപ്ത് പറഞ്ഞിരുന്നു. പിന്നെ തൊട്ടടുത്ത രാജ്യങ്ങളെല്ലാം തുർക്കി രാജ്യങ്ങളാണെങ്കിലും സൗദിയും ഖത്തറൊക്കെ ഏറെക്കുറെ സൈന്യത്തെ നൽകാനുള്ള അഭിപ്രായത്തിലേക്ക് എത്തിയിരുന്നു. പിന്നീട് അവിടെ വിഷയം വരുന്നത് ഈ സൈനികർക്ക് തങ്ങളാണ് നേതൃത്വം നൽകുക എന്ന് ഈജിപ്ത് പറഞ്ഞു. അതോടുകൂടി അത് റൂട്ട് മാറി സഞ്ചരിച്ചു. അവർ പറയുന്നു ഈജിപ്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അറബ് സേന ഗസയിൽ ഇറങ്ങുന്ന സമയത്ത് ഏറെക്കൂടെ അത് അമേരിക്കയുടെ സേനയ്ക്ക് തുല്യമായ രീതിയിലുള്ള സ്വഭാവ രീതികളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും ഉണ്ടാവും. അതിനനുസരിച്ച് നീങ്ങേണ്ട ഒരു സാഹചര്യം വരും. അതിന് ഈ ഈജിപ്തിൻ്റെ സൈന്യത്തിൻ്റെ പിറകിൽ നിന്ന് സല്യൂട്ട് അടിക്കാൻ തങ്ങളെ കിട്ടില്ലെന്ന് പല അറബ് രാജ്യങ്ങളും പറഞ്ഞു. അതോടെ അത് ലക്ഷ്യം കാണാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പിന്നീട് പൊതുവായിരിക്കുന്ന ഒരു അഭിപ്രായമാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായത്. അറബ് രാജ്യങ്ങൾ സൈന്യത്തെ അയക്കുക, യൂറോപ്യൻ രാജ്യങ്ങളും അയക്കുക, അതിന് അമേരിക്കയുടെ സൈനിക കമാൻഡർ നേതൃത്വം നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. വ്യത്യസ്തമായി പറഞ്ഞത് തുർക്കി മാത്രമാണ്. തങ്ങൾ ആ രാജ്യത്ത് തങ്ങളുടെ സ്വതന്ത്രമായിരിക്കുന്ന സേനയെ അയക്കും, അതിനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ നടത്തുകയാണ്. ഇസ്രായേൽ എതിർക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ ശക്തിയും തങ്ങൾക്കുണ്ട് എന്ന് തുർക്കി പറഞ്ഞു വെക്കുന്നു. ആ ഒരു വിഷയമാണ് ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു അഭിപ്രായമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു തലത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മാധ്യമ മീഡിയയിലൊക്കെ കാണുന്ന കാര്യം ഇങ്ങനെയാണ്: ഗസയിൽ ഇപ്പോഴും ഹമാസ് വലിയ ശക്തമാണ്. മാത്രവുമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗസയിലെ ഇപ്പോഴത്തെ പ്രയാസം അനുഭവിക്കുന്ന പാലസ്തീനികൾക്ക് അവരുടെ തൊഴിലിടങ്ങളിലേക്ക്, അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന രീതിയിൽ നിർമ്മിതി കൊണ്ട് പുതിയ വീടുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംവിധാനം ഒരുക്കുക, ടെൻറ്റിൽ നിന്ന് അവർക്ക് മോചനം നൽകുക, തകർത്തിരിക്കുന്ന ബിൽഡിങ്ങുകൾ, നഗരങ്ങൾ, വീട് സമുച്ചയങ്ങൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും പുനർജീവൻ നൽകുക. ഇതാണ്
സ്വതന്ത്രമായിരിക്കുന്ന ചിന്തയുടെ ഭാഗമായിട്ട് അറബ് രാജ്യങ്ങളുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും. എന്നാൽ ഇസ്രായേലും അമേരിക്കയും അങ്ങനെയല്ല. ഇസ്രായേലും അമേരിക്കയും അവിടുന്ന് ഒരു സൈനികപരമായിരിക്കുന്ന പ്രതിരോധ ശക്തി ഇല്ലാതാവുന്ന സമയത്ത് ആ മേഖലയുടെ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം ഇസ്രായേലിലേക്ക് വന്നു ചേരുകയും അവർ പരമാവധി ബങ്കറുകൾ പോലെയുള്ള സംവിധാന കാര്യങ്ങളിൽ എത്തിപ്പെടുകയും അത് നശിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ ആളുകളെ പിടികൂടുക, അറസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു യുദ്ധ സാഹചര്യങ്ങൾ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അമേരിക്ക അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ, അതായത് അറബ് രാജ്യങ്ങൾ മാത്രം ഈ ഗസ പ്രദേശം ഭരിക്കുകയും അതിൻ്റെ സേവന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം എന്നുള്ള പല രാഷ്ട്ര ഭരണാധികാരികളുടെയും അഭിപ്രായത്തെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നിലപാട് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളാണ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നേതൃത്വം നൽകുക എന്നുള്ളത്. അപ്പോൾ അറബ് രാജ്യങ്ങളിൽപ്പെട്ട പലരും പറഞ്ഞ് തങ്ങളത് അംഗീകരിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യത്തിൽപ്പെട്ടവരും അറബ് രാജ്യങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗവും സൈന്യത്തെ അയക്കുന്നില്ല എന്നുള്ള തീരുമാനമെത്തി. കാര്യം ഒരു യുദ്ധഭൂമുഖമാണ് ഗസ എന്ന് പറയുന്നത്. അവരെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് സൈനികരുടെ എണ്ണം നഷ്ടപ്പെടും. മുറിവേറ്റിരിക്കുന്ന സിംഹത്തെ പോലെയാണ് ഗസക്കാരിപ്പോൾ ഉള്ളത്. 23 ലക്ഷം ആളുകൾക്കും ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഗസ ഭരിക്കാനും അതിൻ്റെ സംവിധാനം ഒരുക്കാനും ഹമാസ് തന്നെയാണ് നല്ലത്. കാര്യം അവർ ഗസയിൽ നിന്നുള്ളവരാണ്, അവരുടെ കൃത്യമായിരിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്തവരാണ്. അവരുടെ പ്രയാസം ദൂരീകരിക്കാൻ മാത്രം ഹമാസിന് ബലവും ശക്തിയുമുണ്ട് എന്നുള്ള അഭിപ്രായം പ്രകടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് ഫലസ്തീൻ്റെ വിഷയഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട രീതിയിലുള്ള അക്രമം നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. കഴിഞ്ഞ പ്രാവശ്യം നടന്ന വെടിവെപ്പിൽ 2 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അത് വല്ലാതെ വൈകാതെ തന്നെ ഒരു ഇസ്രായേലി സൈനികന് പരിക്കേറ്റു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിലും ഫലസ്തീൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. യെല്ലോ അതിർത്തി വെച്ചിട്ടുണ്ട്, യെല്ലോ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. ആ ഭാഗത്തിൻ്റെ അതിർത്തികളൊക്കെ ഇപ്പോൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതായത് അവർ ഇങ്ങനെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒരു കൃത്യമായ രീതിയിൽ വരമ്പ് വെച്ച രീതിയിലാണ് അവർ ആ അതിർത്തിയെ ഭാഗിച്ചിരിക്കുന്നത്. അതിന്ന് കുറച്ചൊക്കെ പുറകോട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യം ഗസയുടെ ഭാഗത്തുനിന്ന് പിന്മാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ടമാണ് ഈ പിന്മാറ്റം എന്ന് വിലയിരുത്തുന്നു. അപ്പോൾ ഒരു ശാന്തമായിരിക്കുന്ന സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷങ്ങളൊന്നും ഇപ്പോഴും ഗസയിലില്ല എന്ന് ചുരുക്കം. അതിനിടയിൽ ഇത്തരം ഒരു പ്രഖ്യാപനം, അന്താരാഷ്ട്ര സൈന്യത്തെ ഇറങ്ങുന്ന ഒരു പ്രഖ്യാപനം കൂടി വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് മുറിവേൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരങ്ങൾ ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിരിക്കുന്നു. ദ്വിരാഷ്ട്ര ഫോർമുല മുമ്പ് മുന്നോട്ട് വെക്കപ്പെട്ടതിനപ്പുറം പ്രശ്നപരിഹാരത്തിന് പുതുതായിരിക്കുന്ന യാതൊരു നിർദ്ദേശവും മുന്നോട്ട് വെക്കാനില്ല. അതുകൊണ്ട് ഫലസ്തീന് സ്വതന്ത്രമാകുക എന്നുള്ളതാണ്. റഷ്യ ഫലസ്തീനെ പിന്തുണക്കുന്നു. ഇറാൻ പറഞ്ഞു വച്ചിരിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ലോകരാജ്യങ്ങൾ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തെ അല്ലെങ്കിൽ പ്രദേശത്തെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നു. അതുകൊണ്ട് എന്താണ് അവർക്ക് ഗുണം? രാജ്യമായി അംഗീകരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സൈനികപരമായ രീതിയിലോ ആയുധപരമായ രീതിയിലോ സായുധപരമായ രീതിയിലോ ഏതെങ്കിലും രാജ്യക്കാർക്ക് ഗസയെ സഹായിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പിന്നീട് ഇത്തരം പ്രസ്താവന കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പകരം അവർക്ക് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിൽ പരിഹാരമുണ്ടാക്കേണ്ടത് എങ്ങനെയെന്നും ഏത് തരത്തിലാണ് പരിഹാരമുണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് വിലയിരുത്തേണ്ടത്. അത് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന അഭിപ്രായം പ്രകടമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര സൈന്യത്തെ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു രൂപരേഖ ഉണ്ടാക്കാനോ കൃത്യമായ രീതിയിൽ അതിനൊരു പരിഹാര നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രശ്നപരിഹാരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാനോ സാധിക്കാതെ സേനയെ ഇറക്കരുത് എന്ന അഭിപ്രായം ഇപ്പോൾ നിലവിൽ പ്രസക്തമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്.